മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഷാലോം ടെലിവിഷനിലൂടെ ഈ സായാഹ്നത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് വഴി നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും വേണ്ട അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജാഗരണ പ്രാർത്ഥന ദിനത്തിലെ വചന ശുശ്രൂഷയെ പങ്കുചേരുവാൻ നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാം. ഈശോ പറഞ്ഞു, പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാനോ എൻ്റെ വചനം ശ്രവിക്കുവാനോ സാധിക്കുകയില്ല. ആ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവിൻ്റെ പക്കലേക്ക് ഉയർത്തി അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ഈ നിമിഷം ഈ നൈറ്റ് വിജിലിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനാ ശുശ്രൂഷയിലും പങ്കുചേരുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ഇവിടെ എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും സമർപ്പിക്കാം. ഇവിടെ ആകുലതകളെ സമർപ്പിക്കാം. ഇവിടെ രോഗങ്ങളെയും പീഡകളെയും സമർപ്പിക്കാം. എല്ലാ അസ്വസ്ഥതകളെയും സമർപ്പിക്കാം. കർത്താവിൻ്റെ കൃപയാൽ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കുചേരാം. ആത്മാവാൻ ദൈവമേ വരണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ.
വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ദാഹത്തോടെ ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. 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 പരിശുദ്ധാത്മാവേ ഇറങ്ങി വസിക്കണമേ, ദാസരിൽ ഇറങ്ങി വസിക്കണമേ. ശക്തിയായി ഇറങ്ങി വസിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളിൽ, ദാസരായ ഞങ്ങൾ ഇറങ്ങി വസിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുവചനം ഗ്രഹിക്കുവാൻ വേണ്ട കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ നാമത്തിൽ വചനം പ്രഘോഷിക്കുന്ന എന്നെയും അഭിഷേകം ചെയ്യണമേ. എൻ്റെ ആത്മാവും മനസ്സും ശരീരവും അങ്ങയുടെ ശക്തിയാൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധാത്മാവേ എന്നെയും അങ്ങ് സഹായിക്കണമേ. അമ്മയായ പരിശുദ്ധ മറിയമേ, സ്നേഹന്മാർക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചതുപോലെ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക്, വചന വിചിന്തനത്തിന് ആധാരമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: യഹൂദരുടെ പെസഹ അടുത്തതിനാൽ ഈശോ ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു.
യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? ഈശോ മറുപടി പറഞ്ഞു, നിങ്ങളീ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദ ചോദിച്ച്, ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ ഈശോ ഇത് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ ഈശോ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും ഈശോ പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ വിചിന്തനത്തിന് നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള വിവരണ ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഓശാന പാടി ജെറുസലേമിലേക്ക് കടന്നു വന്ന കർത്താവ് ദേവാലയത്തെ പ്രവേശിച്ച് ആ ജെറുസലേം ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റിയ വ്യക്തികളെയും സാഹചര്യങ്ങളെയും ആട്ടിപ്പുറത്താക്കിക്കൊണ്ട് കർത്താവിൻ്റെ ആലയത്തെ വിശുദ്ധീകരിക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഈ സുവിശേഷ ഭാഗത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതവുമായി ഒത്തിരിയേറെ ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ച കർത്താവ് അതിനെ അശുദ്ധമാക്കിയിരുന്ന ശക്തികളെയെല്ലാം നീക്കി അതിനെ വിശുദ്ധീകരിച്ച കർത്താവ് നമ്മളെയും വിശുദ്ധീകരിക്കാൻ കഴിവുള്ളവനാണെന്ന ബോധ്യത്തോടു കൂടി ഈ വചനഭാഗം ധ്യാനിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. വചനത്തെ പറയുന്നു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക. ഈശോ ഇതെല്ലാം ചെയ്തപ്പോൾ ജെറുസലേം ദേവാലയത്തിലേക്ക് വന്ന് അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും പ്രാവുകളെ വിൽക്കുന്നവരെയും കാടുമാടുകളെ വിൽക്കുന്നവരെയും ഒക്കെ കണ്ട് അസ്വസ്ഥനായ കർത്താവ് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുകളോടും കാളകളോടും കൂടെ അവയെല്ലാം ആട്ടി പുറത്താക്കുക. നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിച്ച് ഈശോ ഇതുപോലെ ക്ഷുഭിതനാകുന്ന ഒരു രംഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റെങ്ങും നമ്മൾ കാണുന്നില്ല. ഒരു പ്രാവശ്യം ഈശോ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അത് ശിഷ്യന്മാര് കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് മാതാപിതാക്കൾ കൊണ്ടുവന്നപ്പോൾ അവരെ തടഞ്ഞ ആ സാഹചര്യത്തിലാണ് ഈശോ അവരെ ശകാരിച്ചുകൊണ്ട് അവരോട് ശകാര രൂപത്തിലാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ അവരെ തടയരുത്. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾ അവരെ അനുവദിക്കുമെന്ന് പറഞ്ഞ് അവരെ ശകാരിച്ചു എന്ന് തന്നെയാണ് വചനത്തിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ ഇത്രമാത്രം ദേഷ്യത്തോടു കൂടി ക്ഷുഭിതനായി പെരുമാറുന്ന മറ്റൊരു രംഗമുള്ളതായി നമുക്ക് തോന്നുന്നില്ല ബൈബിളിൽ. കാരണം ഈശോ ശാന്തശീലനും വിനീത ഹൃദയനുമാണെന്ന് നമുക്കറിയാം. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അനുകമ്പയോടുകൂടി വർത്തിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ശാന്തതയോടെ വർത്തിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. വ്യഭിചാരത്തെ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ ജനങ്ങളെല്ലാം ആക്രോശിച്ച് അവിടെ ഓടിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോഴും അവിടുന്ന് നിലത്തിരുന്നു കൊണ്ട് തലകുനിച്ച്
നിലത്തെഴുതിക്കൊണ്ടിരുന്നുവെന്ന്. ശാന്തനായിട്ടില്ല. അവരെല്ലാം ക്ഷുഭിതരാണ്, പക്ഷേ യേശു ശാന്തനാണ്. ശിഷ്യന്മാരും യേശുവും കൂടി വഞ്ചിയിൽ കയറി ഗനേസറത്ത് തടാകത്തിൻ്റെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് യാത്രയാകുമ്പോൾ കടൽ ക്ഷോഭിച്ചുവെന്ന് വചനം പറയുന്നു. കടൽ ക്ഷോഭിച്ച് അവർ അപകടത്തിലായി ശിഷ്യൻ. അപ്പോൾ ഈശോ അവിടെ ശാന്തനായി അതിൻ്റെ അമരത്ത്, ആ വഞ്ചിയുടെ അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങിയായിരുന്നു എന്നാ പറയും. ഇത്രയെല്ലാം ക്ഷോഭിതമായ സമുദ്രം, വഞ്ചി ഇളകി, അതിൽ അലകൾ ഉയർന്ന്, കടലിൻ്റെ അലകൾ ഉയർന്ന് വഞ്ചിയിൽ വെള്ളമടിച്ച് കയറുന്നു, വഞ്ചി ഇളകി മറിയുന്നു. ശിഷ്യന്മാരെല്ലാവരും ഈ വഞ്ചി നിയന്ത്രിക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴും ഈശോ ശാന്തനായിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. ശാന്തതയുടെ പ്രതിരൂപമാണ് യേശുവിനെ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ക്ഷുഭിതനായിത്തീരുന്ന കർത്താവ്. ചില ആളുകൾ യേശുവിനെ അനുകരിക്കുന്ന പല ഭാവങ്ങളുണ്ട്. യേശുവിൻ്റെ ഓരോ ഭാവങ്ങൾ അനുകരിക്കുന്ന ചില വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ദേവാലയത്തെ അശുദ്ധമാക്കിയവരെ ആട്ടിപ്പായിക്കാൻ വേണ്ടി ചമ്മട്ടിയെടുത്ത കർത്താവിനെ അനുഗമിക്കുന്നവരുണ്ട്. അവർ ചമ്മട്ടിയെടുത്ത് അവരെ ആട്ടിപ്പായിക്കുന്നത് പോലെ തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുന്ന വ്യക്തികളുണ്ട്. ഈ ഒരു മോഡൽ എടുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, വിശ്വാസികളെയും കാണാൻ സാധിക്കും. പക്ഷെ ഈശോ പറഞ്ഞത് ചമ്മട്ടിയെടുത്ത് തന്നെ അനുഗമിക്കാനല്ല, ചമ്മട്ടിയെടുത്ത് തന്നെ എന്ന് പഠിക്കാനല്ല, മറിച്ച് ഈശോ പറഞ്ഞത് ഹൃദയശാന്തതയും എളിമയുമുള്ള എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണമെന്നാണ്. ആ യേശുവിനെ സ്വന്തമാക്കാനാണ്, ആ യേശുവിൻ്റെ ഭാവം സ്വന്തമാക്കുവാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. പക്ഷെ ആ യേശുവിൻ്റെ ജീവിതത്തിലും ഈ ഒരു ഭാവം കാണും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ ഭാവങ്ങൾ വരും. അത് പ്രതികരിക്കേണ്ട ആവശ്യം വരുമ്പോഴായിരിക്കാം, ഒരു പക്ഷേ തിന്മയ്ക്കെതിരെ പോരാടുമ്പോഴാകാം. പക്ഷെ ഇവിടെ യേശുവിനെ അസ്വസ്ഥമാക്കിയത് തൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ ഭവനമാണത്. അതിൻ്റെ പരിശുദ്ധിയിൽ അത് സംരക്ഷിക്കപ്പെടണം. അത് പ്രാർത്ഥനയ്ക്കുള്ള ആലയമാണ്, കച്ചവടത്തിനുള്ള ആലയമല്ല എന്ന് തറപ്പിച്ച് പറയുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. കർത്താവ് പറയുന്നത് അതാണ്, ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ, എന്തെന്നാൽ എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. യേശുവിനെ വേദനിപ്പിച്ചത് അതാണ്, അസ്വസ്ഥനാക്കിയത് അതാണ്. ദേവാലയത്തെ ആരാധനയ്ക്കുള്ള അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമായി പ്രതിഷ്ഠിതമായ ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റിയതിൽ വേദനിക്കുന്ന കർത്താവാണ് അതിനെ ശുദ്ധീകരിക്കുന്നത്. ഈ ഒരു സംഭവം അവിടുന്ന് വീണ്ടും പറയുകയാണ്, അവിടുത്തെ ആലയത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അനുഭവം യേശുവിനെ അസ്വസ്ഥമാക്കിയതാണ്. ദൈവത്തിന് പ്രതിഷ്ഠിതമായ ദേവാലയം, നമുക്കറിയാം സോളമൻ രാജാവാണ് ദേവാലയം പണി കഴിപ്പിച്ചത്. യഹൂദ വിശ്വാസികളെ സംബന്ധിച്ച് ലോകത്തിൽ ഒരേ ഒരു ദേവാലയമേ ഉള്ളൂ, അത് ജെറുസലേമിലെ ദേവാലയമാണ്. ദൈവത്തിന് ഏറ്റവും പ്രീതിപ്പെട്ട ദാവീദ് രാജാവിനോട് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു തനിക്ക് വേണ്ടി ഒരു ആലയം പണിയണമെന്ന്. പക്ഷെ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ദാവീദ് ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷെ അവന് സ്വസ്ഥതയുണ്ടായില്ല. ദൈവം അത് അനുവദിച്ചില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചത് കൊണ്ട് അവിടുന്ന് തനിക്ക് വേണ്ടി ആലയം പണിയാൻ ദാവീദിനെ അനുവദിച്ചില്ല. പിന്നീട് സോളമൻ രാജാവാണ് ദൈവത്തിന് വേണ്ടി ആലയം പണിയുവാൻ കർത്താവ് അവസരം കൊടുത്തത്. അതിൽ സോളമൻ ഒത്തിരിയേറെ സന്തോഷിച്ചു. നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആ ദേവാലയം പണിയാനുള്ള ആഗ്രഹം സോളമൻ്റെ ദൈവം സന്ദേശം കൊടുത്ത്
ദൈവത്തിന് വേണ്ടി ആലയം പണിയാനുള്ള അനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന സോളമൻ്റെ മനസ്സ് നമുക്കവിടെ വായിക്കാൻ സാധിക്കും. അഭിമാനമാണ്, സന്തോഷമാണ് കർത്താവ് എന്നെ അനുവദിച്ചതിൽ. എന്തിനാ? ദൈവത്തിന് വസിക്കാനായി ഈ ഭൂമിയിൽ ഒരാലയം പണിയണം. ആ പണിയാനുള്ള കൃപ സോളമന് കർത്താവ് കൊടുക്കുക. അത് ലഭിച്ചത് മുതൽ സോളമൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ: ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് വസിക്കാൻ വേണ്ടി, ഈ ഭൂമിയിൽ വസിച്ച് ആ സാന്നിധ്യം കുടികൊള്ളാൻ വേണ്ടി ഒരാലയം പണിയണം. രാജാവിൻ്റെ മന്ദിരം ഏറ്റവും ഉന്നതമായ മന്ദിരമാണ്. ആ ജനത്തിൻ്റെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മന്ദിരമാണ് രാജകൊട്ടാരം, രാജാവിന് വസിക്കാനുള്ള ഭവനം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വസിക്കാനുള്ള ഭവനം ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായിരിക്കണമെന്ന് സോളമൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും, വലിപ്പത്തിലും, മഹത്വത്തിലും വലുതായിരിക്കണമെന്ന് സോളമൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും നല്ല പണിക്കാരെ കൊണ്ടാണ് ജെറുസലേം ദേവാലയം രൂപകൽപ്പന ചെയ്യുകയും, എൻ്റെ രൂപകൽപ്പനകളൊക്കെ ദൈവം തന്നെയാണ് പറഞ്ഞു കൊടുക്കുക. പക്ഷേ അതിനെ മനോഹരമാക്കാൻ ഏറ്റവും നല്ല ശില്പികളെ വിളിച്ചു, ഏറ്റവും നല്ല പണിക്കാർ, ഏറ്റവും ശ്രേഷ്ഠമായ കല്ലുകൾ, ഏറ്റവും ശ്രേഷ്ഠമായ തടികൾ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വർണവും വെള്ളിയും എല്ലാം ഉപയോഗിച്ചാണ് സോളമൻ രാജാവ് ജെറുസലേം ദേവാലയം പണിയുന്നത്. മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ വസിക്കുന്ന ദൈവത്തിന് ഈ ഭൂമിയിൽ വസിക്കാനായി അവൻ ദേവാലയം നിർമ്മിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, ആ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സംഭവം അവിടെ വിവരിക്കുന്നുണ്ട്. സോളമനാണ് ആ ദേവാലയം ദൈവത്തിന് പ്രതിഷ്ഠിച്ചത്. ആ പ്രതിഷ്ഠാ പ്രാർത്ഥന ഇപ്പോഴും നമ്മുടെ ദേവാലയ വഞ്ചരിപ്പിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ്. കാരണം അതേ മോഡലിലാണ് ആ പ്രാർത്ഥന എഴുതപ്പെട്ടിട്ടുള്ളത്. ദൈവത്തിന് സന്തോഷത്തോടെ അവൻ പണിതതായ ആലയം, ഇവിടെ പറയുന്നത് 46 സംവത്സരം എടുത്തുവെന്ന്. വാസ്തവത്തിൽ സോളമൻ ദേവാലയം പണി 7 വർഷമേട്. പക്ഷേ പിന്നീട് ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെ പണി പൂർത്തിയാക്കി യേശുവിൻ്റെ കാലം 46 സംവത്സരം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർണ്ണമായിട്ടും തീർക്കാൻ, അതിൻ്റെ മതിലുകൾ ഉൾപ്പെടെ തീർക്കാൻ സാധിച്ചത്. അവിടെയാണ് പറയുന്നത്, ഈശോ പറയുന്നു, 3 ദിവസം നിങ്ങൾ അടയാളം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. ഇതാണ് ഈശോ പറഞ്ഞത്. അപ്പോഴാണ് യഹൂദർ ചോദിച്ചത്, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു, പിന്നെ എങ്ങനെയാ നീ പറയുക 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കാമെന്ന്? അപ്പോഴാണ് ശിഷ്യന്മാർ, പിന്നീട് യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത്, ഈശോ ഇത് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ! ഈ ഒരു ബോധ്യം നമുക്ക് വേണം. തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് ഈശോ ഇത് പറഞ്ഞതെന്ന് യോഹന്നാൻ വ്യാഖ്യാനിക്കുകയാണ്. കാരണം ഇത് കേട്ട യോഹന്നാനാണ്. പിന്നീട് ഉത്ഥാനത്തിന് ശേഷം ഈ സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞ വചനവും അതിൻ്റെ അർത്ഥവുമെല്ലാം ഗ്രഹിക്കാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാണ് യോഹന്നാൻ ശ്ലീഹ ഈ സുവിശേഷം എഴുതുന്നത്. അപ്പം അതുകൊണ്ടാണ് 3 ദിവസം മരിച്ച് അടക്കപ്പെട്ട 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈശോ ഇത് പറഞ്ഞിരുന്നുവെന്നും അതിൻ്റെ അർത്ഥം ദേവാലയമാകുന്ന കെട്ടിടം പുനഃസ്ഥാപിക്കുന്നതിനേക്കാൾ ശരീരമാകുന്ന ദേവാലയം പുനരുദ്ധരിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ പറഞ്ഞതെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജെറുസലേം ദേവാലയം യഹൂദരെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ദൈവം വസിക്കുന്ന ഏക സ്ഥലമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. പക്ഷെ യഹൂദരെ സംബന്ധിച്ച് തങ്ങളുടെ യഹോവയായ ദൈവം, ആ യഹോവയുടെ കൂടാരമായിട്ട് കുടിവസിക്കുന്ന സ്ഥലമാണ് ജെറുസലേം ദേവാലയം. ഇസ്രായേൽ ജനത്തിന് മധ്യയുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്നു ആ ദേവാലയം.
പഴയ നിയമത്തിൽ പുറപ്പാടിൽ നമ്മൾ കാണുന്നു വാഗ്ദാന പേടകം, അതോടൊപ്പം തന്നെ സമാഗമ കൂടാരം. സമാഗമ കൂടാരത്തിലാണ് പിന്നീട് വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്നത്. നമുക്കറിയാം, ദൈവവുമായിട്ട് സമ്മതിക്കാനായിട്ട് മോശ ഉപയോഗിച്ചിരുന്നത്, മുഖാഭിമുഖം കണ്ട് സംസാരിക്കാൻ മോശ കടന്നു ചെന്നിരുന്നത് ഇസ്രായേൽ കൂടാരങ്ങളുടെ മധ്യേ ഏറ്റവും ആദ്യം കൂടാരം അടിക്കുന്നത് സമാഗമ കൂടാരത്തിൻ്റെ കാലുകളാണ് ഉറപ്പിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് കൂടാരം ഇളക്കുമ്പോഴും സമാഗമ കൂടാരത്തിൻ്റെ കാലുകളാണ് അവർ ഇളക്കുന്നത്. അപ്പോഴാണ് പിന്നെ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേൽ ജനത്തിന് ഈ സമാഗമ കൂടാരം അവരുടെ മധ്യേയുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്നു, അടയാളമായിരുന്നു. അതുകൊണ്ടാണ് മോശ ആ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴെല്ലാം മേഘം വന്ന് ആവരണം ചെയ്യും. എന്തിൻ്റെ സൂചകമായിരുന്നു? ദൈവം ഇറങ്ങി വന്ന് മോശയോട് സംസാരിക്കുന്ന ആ സമാഗമ കൂടാരത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം കുടികൊള്ളുന്ന സ്ഥലം. ജെറുസലേം ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോഴും ഇതേ സംഭവം ഉണ്ടായി. ദൈവത്തിൻ്റെ മഹത്വം വന്ന് ദേവാലയത്തിൽ നിറഞ്ഞു. ആ മഹത്വം ഇറങ്ങുന്നത് കണ്ട് ജനം പരിഭ്രാന്തരായെന്നാണ് പറയുക. കാരണം ആ മഹത്വത്തിൻ്റെ ശക്തി വന്ന് നിറയുന്നത് കണ്ട് സോളമന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ആ ദേവാലയത്തിൽ ഇറങ്ങി വസിച്ചുവെന്നാണ് പറയും. ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം കുടികൊള്ളുന്ന സ്ഥലം. പുതിയ നിയമ ജനതയായി നമ്മളെ സംബന്ധിച്ചും ഓരോ ദേവാലയങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന പ്രത്യേക സ്ഥലങ്ങളാണ്. ചില സഭാവിഭാഗങ്ങളെ സംബന്ധിച്ച് ദേവാലയം എന്നവർ പറയുകയല്ല, പ്രെയർ ഹാൾ എന്നേ പറയുള്ളൂ. പ്രാർത്ഥനാലയം, പ്രാർത്ഥിക്കാനുള്ളൊരു സ്ഥലമാണ് അവരെ സംബന്ധിച്ച് ദേവാലയം. പക്ഷേ കത്തോലിക്കരായിട്ടുള്ള നമ്മെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ഒരു വ്യത്യാസമുണ്ട്. കാരണം കത്തോലിക്ക സഭയുടെ വിശ്വാസമനുസരിച്ചും മറ്റ് പ്രധാന സഭകളുടെ വിശ്വാസമനുസരിച്ചും ദേവാലയം ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം കുടികൊള്ളുന്ന സ്ഥലമാണ്. ജെറുസലേം ദേവാലയത്തിൽ അവർ പ്രതിഷ്ഠിച്ചിരുന്നത് വാഗ്ദാന പേടകമാണ്. വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലത്ത്, ഹോളി ഓഫ് ഹോളീസ്, അവിടെ വിശുദ്ധ മറയ്ക്ക് പുറകിൽ ആ വാഗ്ദാന പേടകമാണ് അവർ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം. ആ വാഗ്ദാന പേടകത്തിൽ 3 കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് വചനത്തിൽ. ദൈവം കൊടുത്ത 10 കൽപ്പനകൾ എഴുതിയ 2 കൽപ്പലകകളും മരുഭൂമിയിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനത്തെ തീറ്റിപ്പോറ്റാൻ വേണ്ടി വർഷിച്ചു നൽകിയ മന്ന, ഒരു കലശം മന്നയും അതോടൊപ്പം തന്നെ അഹ്റോന്റെ പുഷ്പിച്ച വടിയും. ഈ 3 കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത്. ആ വിശുദ്ധ പേടകം പുരോഹിതരാണ് വഹിച്ചിരുന്നത്. കാരണം വിശുദ്ധിയുള്ളവർ മാത്രം കൈകാര്യം ചെയ്യാവൂ എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ആ വാഗ്ദാന പേടകം ജെറുസലേം ദേവാലയത്തിൻ്റെ വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലത്ത് മധുബഹയിൽ പ്രതിഷ്ഠിച്ചവർ വിടിയിട്ടിരുന്നു. എന്തിനാ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണത്. കർത്താവിൻ്റെ ആലയത്തിൽ വിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു, അതിൽ വാഗ്ദാന പേടകം സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകം. ഇന്ന് ആ സ്ഥാനത്ത് നമ്മുടെ സഭയിൽ നമുക്കറിയാം, വിശ്വാസത്തിൽ നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയാണ് സ്ഥാപിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും അടങ്ങുന്ന വിശുദ്ധ കുർബാന, തിരുസക്രാരിയും നമ്മൾ സ്ഥാപിക്കും. ഒരു ദേവാലയത്തിൻ്റെ കേന്ദ്രമാണത്. വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലത്ത്, ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് വിശുദ്ധ കുർബാന നമ്മൾ പ്രതിഷ്ഠിക്കുന്നു. മന്നയുടെ പ്രതീകം. പഴയ നിയമത്തിലെ മന്ന, പുതിയ നിയമത്തിലെ മന്നയാണ് വിശുദ്ധ കുർബാന. യേശുവിൻ്റെ ശരീരത്തിൻ്റെ താൻമീയ ഭോഷണം. ഒപ്പം തന്നെ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം എന്ന് പഴയ നിയമത്തിലെ മന്നായി പറയുന്നത് പോലെ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം വിശുദ്ധ കുർബാന. ഒപ്പം ദേവാലയത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുന്ന വചനഗ്രന്ഥമാണ്. ദേവാലയ
വെഞ്ചരിപ്പ് അല്ലെങ്കിൽ പ്രതിഷ്ഠ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൽ 2 പ്രതിഷ്ഠകളുണ്ട്. ഒന്ന് ബലിപീഠം വിശുദ്ധ തൈലം പൂശി പ്രതിഷ്ഠിക്കും, ദൈവത്തിൻ്റെ ബലിപീഠമായിട്ട് ഉറപ്പിക്കും. പിന്നീട് മെത്രാൻ പുരോഹിതൻ കൊണ്ടുവരുന്ന പ്രദക്ഷിണമായിട്ട് കൊണ്ടുവരുന്ന വചനഗ്രന്ഥം ആ മധുബഹയിൽ വചനവേദിയിൽ പ്രതിഷ്ഠിക്കും. പിന്നീട് വിശുദ്ധ ബലി അർപ്പിച്ച് വിശുദ്ധ കുർബാന സക്രാരിയിൽ സ്ഥാപിക്കും. എന്തിൻ്റെ പ്രതീകം? കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം. അപ്പോൾ ഈ വിശുദ്ധ ദേവാലയം ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം കുടികൊള്ളുന്ന സ്ഥലമാണ്. അങ്ങനെ വിശുദ്ധ സ്ഥലമായതുകൊണ്ടാണ് വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധിയോടെ പ്രവേശിക്കണമെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് മോശ ഹോറബ് മലയിൽ ആ മുൾപ്പടർപ്പ് കത്തിയെരിഞ്ഞപ്പോൾ അത് കാണാൻ ചെന്ന മോശയോട് ദൈവദൂതൻ പറയുന്ന ഇതാണ്: നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക, എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ദൈവസാന്നിധ്യമുള്ള സ്ഥലം പരിശുദ്ധിയുള്ള വിശുദ്ധിയുള്ള സ്ഥലമാണ്. അവിടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മിൽ നിന്ന് തിന്മയുടെ ശക്തികൾ അകന്നു മാറും. കാരണം ഒരു വിശുദ്ധ ആലയമാണ്, ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. നമ്മൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയും. എന്താ കാരണം? ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യമുള്ള സ്ഥലമാണത്, അല്ലെ സ്ഥലങ്ങളാണത്. ദേവാലയങ്ങളും അതെ. അത് വിശുദ്ധിയോടെ സൂക്ഷിക്കണം. വെറും ഒരു പ്രാർത്ഥനയ്ക്കുള്ളൊരു ഹോളായിട്ട് അതിനെ കാണരുത്. അങ്ങനെ കാണുന്ന വ്യക്തികളും സമൂഹങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ദൈവത്തിന് പ്രതിഷ്ഠിതമായ സ്ഥലം, മഹോന്നതനായ ദൈവത്തിന് പ്രതിഷ്ഠിതമായ സ്ഥലം. യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ യെശയ്യായുടെ ദർശനം, മാലാഖമാര് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്ന ആ സ്വർഗീയ ജെറുസലേമിൻ്റെ ദർശനം അവൻ കണ്ടു. അതേ മോഡലിലാണ് നമ്മുടെ പള്ളികളൊക്കെ ഇന്ന് ക്രമീകരിച്ചിട്ട് പ്രത്യേകിച്ച് അൾത്താരകൾ ക്രമീകരിക്കും. ദൈവത്തിൻ്റെ മഹത്വപൂർണനായ ദൈവത്തിൻ്റെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പേറുന്ന സ്ഥലം, പ്രത്യേക സാന്നിധ്യമുള്ള സ്ഥലം. അതുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി വരുന്നത്. എന്നാൽ ഇവിടെ ഈശോ പറയുന്നത്, ദൈവത്തിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. കർത്താവിന് വേണ്ടി പണിത് പ്രതിഷ്ഠിച്ച് സോളമൻ രാജാവ് ദൈവത്തിന് ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവം ആ പ്രതിഷ്ഠ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി തൻ്റെ മഹത്വം ഇറക്കി ആ ദേവാലയത്തെ വിശുദ്ധീകരിച്ചു, സാന്നിധ്യം കൊണ്ട് നിറച്ചു. ദേവാലയം വിശുദ്ധ സ്ഥലമാണ്. അവിടേക്കാണ് എല്ലാ വിശ്വാസികളും അല്ലെങ്കിൽ യഹൂദ വിശ്വാസികൾ തീർത്ഥാടനം നടത്തി ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നത്. എന്താ? ഒരു വിശുദ്ധീകൃതരായി, ആത്മാവിൽ ശക്തിയുള്ളവരായി തിരിച്ചു പോകുന്നു. ജീവിതത്തിൽ കടന്നു കയറിയ അശുദ്ധികളെല്ലാം നീക്കി അവർ വിശുദ്ധീകരിക്കപ്പെടുന്ന ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങുമ്പോൾ അവർ അശുദ്ധിയെല്ലാം നീങ്ങി വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യരായി തീരുന്നു. ഒപ്പം തന്നെ അവർ ശക്തരാക്കപ്പെടുന്നു, ശക്തീകരിക്കപ്പെടുന്ന അനുഭവം. ഇതാണ് തീർത്ഥാടനം വഴി അവർക്ക് ലഭിച്ചിരുന്നത്. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും വർഷം തോറും ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. ഒരു ഭക്തരായ യഹൂദരാണ്. ഉണ്ണിയേശുവിനെ കൊണ്ടവർ പോയി. 12-ാം വയസ്സിൽ പോയപ്പോഴാണ് യേശുവിനെ കാണാതെ പോയെന്ന് നമ്മൾ വചനത്തെ വായിക്കുന്നു. എന്താ കാരണം? ഈ തീർത്ഥാടനമാണ്. ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് തിരിച്ചു വരുമ്പോൾ അവർ വളരെയേറെ ആത്മീയ ശക്തരായി തിരിച്ചു, ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവർ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. ഈ വിശുദ്ധ സ്ഥലമാണ് ദേവാലയം. എന്നാൽ പുതിയ നിയമ ജനതയായ നമ്മെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. നമ്മളിതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഈ ഒരു തലത്തിലാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വചനം, അവിടെ വിശുദ്ധ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. വിശുദ്ധ പൗലോസിൻ്റെ പ്രബോധനം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളിൽ വസിക്കുന്ന 19-ാമത്തെ വാക്യം, നിങ്ങളിൽ വസിക്കുന്ന
ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നമ്മൾ ഓരോരുത്തരും ദൈവാത്മാവിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം പേറുന്ന വിശുദ്ധ സ്ഥലങ്ങളാണ്. ഈ ഒരു തിരിച്ചറിവുണ്ടാകണമെന്ന് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തെ, ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവബോധത്തിലേക്ക് നമ്മൾ വരണം. ജെറുസലേം ദേവാലയം പണിത് പ്രതിഷ്ഠിച്ചപ്പോൾ ഏറ്റവും മനോഹരമായിരുന്നു, ഏറ്റവും വിശുദ്ധമായിരുന്നു. അതിൽ അശുദ്ധിയൊന്നുമില്ല. ആ ദേവാലയത്തിൻ്റെ മതിലിനകത്ത് പോലും കച്ചവടമില്ല, മറ്റ് വ്യാപാരങ്ങളോ സംസാരങ്ങളോ ഒന്നുമില്ല. അവിടെ പ്രാർത്ഥന മാത്രം, ദൈവാരാധനയും ബലിയർപ്പണവും മാത്രം. പക്ഷേ കാലക്രമേണ ആ ദേവാലയം ഒരു കച്ചവട സ്ഥലമായി മാറി. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ അത് സംഭവിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സോളമൻ രാജാവിൻ്റെ കാലത്ത് ഒരു കച്ചവടം പോലും അവിടെ നടക്കില്ല. കാരണം അത്ര തീഷ്ണമതിയായിരുന്നു അദ്ദേഹം. ദൈവത്തിൻ്റെ ആലയം അതിൻ്റെ പരിശുദ്ധിയിലും നന്മയിലും സൂക്ഷിക്കണമെന്ന് നിർബന്ധമുള്ള വ്യക്തിയായിരുന്നു സോളമൻ രാജാവ്. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം, കാലങ്ങൾ കടന്നുപോയി. യേശുവിൻ്റെ കാലം വന്നപ്പോൾ 800 വർഷം കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടം കൊണ്ട് ആ ദേവാലയത്തെ പതുക്കനെ ജാഗ്രത കുറവ് കൊണ്ട്, ഒരുപക്ഷെ ആവശ്യങ്ങളുടെ തിക്കുമുട്ടലുകൾ കൊണ്ട് ആ ദേവാലയത്തിൻ്റെ മതിലുകൾക്കകത്ത് കച്ചവടങ്ങൾ തുടങ്ങുന്നു. നമ്മൾ ചില ദേവാലയങ്ങളിൽ പെരുന്നാളിനൊക്കെ ചെല്ലുമ്പോൾ, തിരുനാളുകൾക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കച്ചവടക്കാരുടെ ബഹളം. നമ്മൾ ചില ദേവാലയങ്ങൾ, വലിയ പെരുന്നാളുകൾക്കുള്ള ദേവാലയങ്ങളിലെ തിരുനാളിന് ചെല്ലുമ്പോൾ അവിടെ ഒത്തിരിയേറെ കച്ചവടക്കാരെ കാണും. പക്ഷെ അവരാരും ദേവാലയത്തിനകത്ത് കയറില്ല. പക്ഷെ ആ കച്ചവടം സാവധാനം വന്ന് കച്ചവടം മെയിനായിട്ടും പ്രാർത്ഥന കുറവായിട്ടും പോകാൻ പാടില്ല. ഇവിടെ സംഭവിച്ചതാണ്. കച്ചവടക്കാർ കയറി, മതിലിനകത്ത് കയറി, പോർട്ടിക്കോയിൽ കയറി, വരാന്തയിൽ കയറി, പിന്നീട് അകത്തും കയറി. ഈശോയുടെ കാലം വന്നപ്പോൾ കച്ചവടം അകത്ത് വരെയായി. ദേവാലയത്തിനകത്ത് വരെ കച്ചവടം നടക്കുന്ന അനുഭവം. അതിനെയാണ് ഈശോ വിശുദ്ധീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ അശുദ്ധിയെല്ലാം തുടച്ചു നീക്കിയാണ് കർത്താവ്, ആട്ടിപ്പുറത്താക്കിയാണ് ഈ തിന്മയുടെ ശക്തികളെയെല്ലാം. അങ്ങനെ ആ ദേവാലയത്തെ അവിടുന്ന് വിശുദ്ധീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. 2 തരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണാറുണ്ട്. ഒന്ന്, ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ദൈവത്തിൻ്റെ ആലയങ്ങളായി നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം. ഇവിടെ ദൈവത്തിൻ്റെ ആലയമായിട്ട് കാണുക. മാമോദീസ വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓർക്കണം, അത് ജന്മന മനുഷ്യമക്കളായി ജനിച്ച നമ്മളെ ദൈവമക്കളായി ഉയർത്തുന്ന കൂദാശയാണ് മാമോദീസ. പാപമോചനം നൽകി ദൈവത്തിൻ്റെ മക്കളും സഭയുടെ അംഗങ്ങളും സ്വർഗത്തിന് അവകാശികളുമാക്കുന്ന കൂദാശയാണ് മാമോദീസ. അവിടെ നമ്മൾ കാണുന്നത് പിശാചിൻ്റെ ആധിപത്യത്തെ മോചിക്കപ്പെട്ട്, പാപങ്ങൾ മോചിക്കപ്പെട്ട്, വിശുദ്ധീകരിക്കപ്പെട്ട നമ്മിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നു, ആത്മാവിനെ അയക്കുന്നു. ജെറുസലേം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വസിച്ചതുപോലെ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നമ്മിലേക്ക് ആത്മാവ് ഇറങ്ങി വസിക്കുകയാണ്. നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വസിക്കുന്നു. അതുവഴി നമ്മൾ ദൈവമക്കളായി ഉയർത്തപ്പെടുന്നു, ദൈവത്തിൻ്റെ ആലയങ്ങളായി ഉയർത്തപ്പെടും. നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഈ ഒരു അവയർനെസ് നമുക്ക് വേണം, ഈ ഒരു അവബോധം നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മൾ പ്രത്യേകിച്ച് മാമോദീസ സ്വീകരിച്ചവർ എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ മാമോദീസ വഴി
ദൈവാത്മാവിനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും. ആ ബോധ്യം വേണം. ദൈവാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവർ, ദൈവത്തിൻ്റെ ആലയങ്ങളായി ഉയർത്തപ്പെട്ടവർ. നമ്മളൊരു ദേവാലയം പണിയുന്നത് ആളുകളൊക്കെയാണ്. മനുഷ്യരുണ്ടാക്കുന്ന വസ്തുക്കൾ ഒക്കെ സ്വരൂപിച്ചാണ് നമ്മൾ ആലയം പണിയുന്നത്. പക്ഷെ ആലയം പ്രതിഷ്ഠിക്കുന്നത് സഭയിലെ ശ്രേഷ്ഠ പുരോഹിതനായ മെത്രാന്മാരാണ്. നമുക്കറിയാം, അവർ വന്ന് ആദ്യം ദേവാലയം വിശുദ്ധീകരിക്കും, വിശുദ്ധ തൈലം പൂശി അഭിഷേകം ചെയ്യും. അവിടെ ശുദ്ധീകരിക്കലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. വിശുദ്ധ ജലം തളിച്ച് ശുദ്ധീകരിക്കുന്നു, പിന്നീട് വിശുദ്ധ ധൂപം ധൂപിച്ച് വിശുദ്ധീകരിക്കുന്നു. അതിനുശേഷം വിശുദ്ധ സ്ഥലങ്ങൾ, ദേവാലയത്തിൻ്റെ അൾത്താരയുടെ 2 വശവും ബലിപീഠവും പ്രധാന കവാടങ്ങളും വിശുദ്ധ തൈലം പൂശി അഭിഷേകം ചെയ്ത് ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നു. അതുവഴി അത് ദൈവത്തിൻ്റെ ആലയമായിട്ട് തീരുന്നു. ഇതുപോലെ നമ്മളും അതെ, വിശുദ്ധ തൈലം ഉപയോഗിച്ച് മാമോദീസായിൽ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് മോചിച്ച് നമ്മളെ വിശുദ്ധീകരിക്കുന്നു. മാമോദീസായിൽ നമ്മൾ ഏറ്റുപറയുന്ന അതാണ്, പിശാചിനെ ഉപേക്ഷിക്കുന്നു. പൈശാചിക ബന്ധനങ്ങൾ, സ്വാധീനങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ മോചിക്കുകയാണ്. അങ്ങനെ വിമോചനത്തിൻ്റെ ശക്തി. പാപത്തിൽ നിന്ന് മോചിക്കുന്നു. വിശുദ്ധ ജലം വഴി, മാമോദീസ വഴി പാപം മോചിക്കപ്പെടുന്നു. പിന്നീട് വിശുദ്ധ തൈലത്തിൻ്റെ അഭിഷേകം വഴി പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേചിതരായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകം നമ്മിൽ കുടികൊള്ളുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം നമ്മിൽ കുടികൊള്ളുന്നു. അങ്ങനെ ദൈവമക്കളായി ഉയർത്തപ്പെട്ട നമ്മൾ, ദൈവത്തിൻ്റെ ആലയങ്ങളായി ഉയർത്തപ്പെട്ട നമ്മളിൽ ഒത്തിരിയേറെ കാലഘട്ടം കൊണ്ട് സ്വാധീനങ്ങൾ വഴി നമ്മുടെ ജീവിതത്തിലും അശുദ്ധി കടന്നു കയറുന്നു. നമ്മളൊന്ന് ഈശോയുടെ അടുത്തിരുന്ന് ഇന്ന് ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ അശുദ്ധി കടന്നു കയറിയിട്ടുണ്ടോ? തിന്മ കടന്നു കയറിയിട്ടുണ്ടോ? ദൈവാത്മാവിന് വിരുദ്ധമായ മനോഭാവങ്ങൾ എന്നിൽ കടന്നു കയറിയിട്ടുണ്ടോ? ദൈവാത്മാവിന് ചേരാത്ത പെരുമാറ്റ രീതികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു കയറിയിട്ടുണ്ടോ? ദൈവാത്മാവിന് ചേരാത്ത സംസാര രീതികൾ, വാക്കുകൾ എൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്നുണ്ടോ? ദൈവാത്മാവിന് ചേരാത്ത പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നിൽ അശുദ്ധി കടന്നു കയറിയിരിക്കുന്നു. പലവിധത്തിലുള്ള അശുദ്ധികൾ നിന്നെ കടന്നു കയറാം. എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ അശുദ്ധികൾ കടന്നു കയറാം. ഒറ്റ ദിവസം കൊണ്ടല്ല. ജെറുസലേം ദേവാലയം കച്ചവട സ്ഥലമായി മാറിയത് ഒറ്റ ദിവസം കൊണ്ടല്ല, നൂറ്റാണ്ടുകൾ കൊണ്ടാണ്. ഇതുപോലെ മാമോദീസായിൽ വിശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ദൈവമക്കളും ദൈവത്തിൻ്റെ ആലയങ്ങളുമായി തീർന്ന നമ്മളിൽ അശുദ്ധി കടന്നു കയറാം. സാവധാനം സാവധാനം നമ്മുടെ ഇടപെടലുകൾ വഴി, അല്ലെങ്കിൽ നമ്മൾ കടന്നു വരുന്ന മാധ്യമങ്ങൾ വഴി, കൂട്ടുകെട്ടുകൾ വഴി, നമുക്ക് ലഭിക്കുന്ന അറിവുകൾ വഴി, തെറ്റായ അറിവുകൾ വഴി ഒക്കെ അശുദ്ധി കയറാം. സ്വാധീനങ്ങൾ വഴി അശുദ്ധി കയറുക. എൻ്റെ ജാഗ്രതയില്ലായ്മ വഴി അറിഞ്ഞും അറിയാതെ ഒക്കെ എൻ്റെ ജീവിതത്തിലേക്ക് അശുദ്ധി കടന്നു വരാം, തിന്മ കടന്നു വരാം. പാപപ്രവർത്തികൾ വഴി പിന്നെയും പിന്നെയും അശുദ്ധികൾ നമ്മിലേക്ക് കടന്നു വരാം. ഇവിടെയെല്ലാം ഒരു വിശുദ്ധീകരണം ആവശ്യമുണ്ട്. നമ്മുടെ ശരീരം വിശുദ്ധീകരിക്കപ്പെടണം, മനസ്സ് വിശുദ്ധീകരിക്കപ്പെടണം, ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന്, പാപശക്തികളിൽ നിന്ന്, രോഗശക്തികളിൽ നിന്നെല്ലാം നമ്മൾ മോചിക്കപ്പെടണം. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ പോകുന്നത് ഈ ഒരു തലത്തിലാണ്. ജെറുസലേം ദേവാലയത്തിൽ വന്ന് ആ ദേവാലയത്തെ അശുദ്ധമാക്കിയ ശക്തികളെ ആട്ടിപ്പായിച്ച കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ജീവിതത്തെ ബന്ധിക്കുന്ന ശക്തികളെ വിമോചിപ്പിക്കണമേ എന്ന് യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതത്തെ ബന്ധിക്കുന്ന, അശുദ്ധമാക്കുന്ന ശക്തികളെ ശാസിച്ച് പുറത്താക്കണമേ എന്ന് നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ
ഈ സ്വാധീനമുണ്ട്, പല വിധത്തിലുള്ള സ്വാധീനങ്ങൾ. നമ്മൾ തകർക്കുന്ന ശക്തികൾ, നമ്മളെ തളർത്തിക്കളയുന്ന ശക്തികൾ, ചിന്താഗതികൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ അസ്വസ്ഥമാക്കും. അവിടെയെല്ലാം യേശുവിനെ ജെറുസലേം ദേവാലയത്തിലേക്ക് യഹൂദ ജനത, വിശ്വാസികളും അനുയായികളുമായ ആ യഹൂദര് സന്തോഷത്തോടെ ഓശാന പാടി യേശുവിനെ വെൽക്കം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നത് ഈ ആഘോഷമായ സ്വീകരണത്തിന് ശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ യേശുവിനെ വെൽക്കം ചെയ്യണം. കർത്താവേ, നീ കടന്നു വരണം എൻ്റെ ജീവിതത്തിലേക്ക്, ഞാനാകുന്ന ദേവാലയത്തിലേക്ക്, അങ്ങയുടെ സാന്നിധ്യം കൊടുക്കുന്ന ദേവാലയത്തിലേക്ക് അങ്ങ് കടന്നു വന്ന് എൻ്റെ ജീവിതത്തെ അശുദ്ധമാക്കുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന, കച്ചവട സ്ഥലമാക്കുന്ന, എൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന എല്ലാ ശക്തികളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പലരും ഒരുതരം തിന്മയുടെ സ്വാധീനം അനുഭവിക്കും. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, മനോഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ ഒക്കെ വന്നിട്ടുള്ള സ്വാധീനങ്ങൾ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, പാപത്തിൻ്റെ ശക്തി, നമ്മൾ അറിഞ്ഞുമറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുടെ ഫലമായി എന്നിൽ കടന്നു കയറിയിട്ടുള്ള പാപത്തിൻ്റെ, തിന്മയുടെ ശക്തി എന്നെ നിയന്ത്രിക്കുന്ന അനുഭവം, എനിക്ക് ആഗ്രഹമില്ലെങ്കിലും തിന്മ ചെയ്തു പോകുന്ന അനുഭവം, ഞാൻ വെറുക്കുന്നുവെങ്കിലും ആ വെറുക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കുന്ന അനുഭവം, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അനുഭവം. അവിടെയെല്ലാം നമുക്കൊരു വിമോചനം ആവശ്യമാണ്. നമുക്കൊരു വിമോചനം ആവശ്യമാണ്. പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം ആവശ്യമാണ്. പാപത്തിൻ്റെ ശക്തികളിൽ നിന്ന് മോചനം ആവശ്യമാണ്. വൈകാരിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം ആവശ്യമാണ്. വിരുദ്ധ ചിന്തകളിൽ നിന്ന് മോചനം ആവശ്യമാണ്. ശാരീരിക പീഡകളിൽ നിന്ന് മോചനം ആവശ്യമാണ്. പക്ഷെ ഇവിടെയെല്ലാം മോചനം നൽകാൻ കെൽപ്പുള്ള നമ്മുടെ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ജെറുസലേം ദേവാലയത്തിൽ കടന്നു വന്ന് ആ ദേവാലയത്തെ വിശുദ്ധീകരിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലേക്കും അങ്ങ് കടന്നു വരണമേ. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്നുണ്ട്. ആ യേശുവിനോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, അങ്ങയുടെ ശക്തിയാൽ എന്നെ വിമോചിപ്പിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈശോയോട് തീവ്രമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ജാഗരണ പ്രാർത്ഥനയിൽ, അതിലെ ആരാധനയിൽ നമ്മൾ ഈശോയോട് പറയണം, കർത്താവേ, കടന്നു വരണമേ, നാഥ വരണമേ, എന്നിൽ വരണമേ എന്ന ഗീതം നമ്മൾ പാടാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് എൻ്റെ ജീവിതത്തെ നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈശോ പലപ്പോഴും കടന്നു വന്നവനാണ്. ആ ശിഷ്യന്മാര് കോളിളക്കത്തിൽപ്പെട്ട് വഞ്ചി ആടി ഉലഞ്ഞപ്പോൾ കർത്താവെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണർന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ബന്ധിച്ച് ശാന്തത ഉണ്ടാക്കിയവനാണ്. അവരുടെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വന്നു. ലാസർ മരിച്ചെന്ന് കേട്ടപ്പോൾ അവിടെയും ഈശോ കടന്നു വന്നു. മർത്തായുടെയും മറിയത്തിൻ്റെയും കണ്ണുനീര് കണ്ട് ഈശോയും കരഞ്ഞു. പക്ഷേ അവിടുന്ന് അതിനപ്പുറമായിട്ട് ചെയ്തു. ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരികയാണ്. ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. അവിടുന്ന് കടന്നു ചെല്ലുകയാണ്. ബെത്സൈദ കുളക്കരയിൽ തളവാത രോഗിയായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ അസുഖമായി കിടക്കുന്ന, വർഷങ്ങളായിട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ്. കർത്താവേ, എന്നെ കനിയണമേ എന്ന് പറഞ്ഞ്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നെ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ച ബർത്തമിയോസിന്റെ ആ നിലവിളി കേട്ട് ഈശോ കടന്നു ചെല്ലുകയാണ്. അവനെ അടുത്ത് വിളിച്ച് അവനെ സുഖപ്പെടുത്തും. ജൈറസിന്റെ പുത്രയെ സുഖപ്പെടുത്താൻ വേണ്ടി കർത്താവ് കടന്നു ചെല്ലുന്ന അനുഭവം. ആ മകനെ സുഖപ്പെടുത്താൻ വേണ്ടി ഈശോയോട് വന്ന് പറഞ്ഞപ്പോൾ ഈശോ പറയുന്നത്, നമുക്ക് അവിടം വരെ പോകാം, അവനെ സുഖപ്പെടുത്താം. അങ്ങോട്ട് കടന്നു ചെല്ലുക. ഇതുപോലെ
നമ്മുടെ ജീവിതത്തിലും ഈശോയെ നമുക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം. ഈശോയെ നമുക്ക് വിശ്വാസത്തോടെ വിളിക്കാം, രക്ഷയ്ക്കായിട്ട് വിളിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ വിമോചിപ്പിക്കണമേ, എന്നെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിക്കുന്ന കർത്താവ്, വിശുദ്ധ കുർബാനയിൽ നമ്മുടെ മധ്യ വസിക്കുന്ന അത്യുന്നത ദൈവത്തിൻ്റെ പുത്രനും ജീവിക്കുന്നവനുമായ കർത്താവ് ഇന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ അശുദ്ധമാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും, അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ ശക്തികളിൽ നിന്നും മോചിച്ച് നമ്മളെ വിശുദ്ധീകരിക്കുകയും അവിടുത്തെ സ്വന്തമാക്കി നമ്മളെ മാറ്റുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ ഈ വചനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.